നമസ്കാരം. പശ്ചിമ ബംഗാളിൽ ചരിത്രപരമായ രാഷ്ട്രീയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ സുവേന്ദു അധികാരിയെ വധിക്കാൻ പദ്ധതി. ജെയ്ഷെ കമാൻഡർ സജ്ജാദ് ഭട്ടിന്റെ അടുത്ത അനുയായി ഹമീദ് മണ്ഡൽ ബംഗാളിൽ നിന്നും പിടിയിലായി. ചരിത്രത്തിൽ ആദ്യമായി പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിൽ വരികയും ജനകീയ നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സംസ്ഥാനത്തിന്റെ ചുക്കാൻ പിടിക്കുകയും ചെയ്തപ്പോൾ അതിനെ ഭയക്കുന്ന ശക്തികളാണ് ഇത്തരം കുതന്ത്രങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യധാരൻ സജ്ജാദ് ഭട്ടിന്റെ അടുത്ത ആളായ ഇയാൾ ബർദ്വാനിലെ ഒരു റെസിഡൻഷ്യൽ ഫ്ളാറ്റിൽ സുരക്ഷിതമായി ഒളിവിൽ കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കുന്ന അതേ സമുച്ചയത്തിൽ ഭീകരർ കയറിപ്പറ്റുന്നുണ്ട് എങ്കിൽ മുൻകാലങ്ങളിൽ അവിടെ ഭരണ സംവിധാനം എത്രത്തോളം പരാജയപ്പെട്ടിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രാജ്യത്ത് ജീവിക്കുകയും എന്നാൽ രാജ്യത്തിന്റെ ശത്രുക്കൾക്ക് ഒത്താശ ചെയ്യുകയും ചെയ്യുന്ന പഴയ രാഷ്ട്രീയ സംസ്കാരത്തെ വേരോടെ പിഴുതെറിയാൻ പുതിയ സർക്കാരിന് കഴിയുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്തരം ഭീകരരെ കണ്ടെത്താനുള്ള ശക്തമായ നീക്കങ്ങൾ. BJP എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്: രാജ്യസുരക്ഷയാണ് ഏറ്റവും പ്രധാനമെന്നത്. എന്നാൽ മുൻകാലങ്ങളിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി ഇത്തരം ദേശവിരുദ്ധ ശക്തികൾക്ക് വളക്കൂറുള്ള മണ്ണുരുക്കി കൊടുത്ത സമീപനമാണ് നാം കണ്ടത്. ജമ്മു കാശ്മീരിൽ നിന്ന് കിലോമീറ്ററുകൾ താണ്ടി ബംഗാളിലെത്തുന്ന ഭീകരർക്ക് വ്യാജ തിരിച്ചറിയൽ കാർഡുകളും താമസ സൗകര്യങ്ങളും ലഭിക്കുന്നത് ഗൗരവമായി എടുക്കേണ്ടതുണ്ട്. പുൽവാമയിൽ നമ്മുടെ സൈനികരെ ലക്ഷ്യമിട്ട് രക്തം ചീന്തിയ അതേ ശക്തികൾ തന്നെയാണ് ഇപ്പോഴും ബംഗാളിന്റെ മണ്ണിലും വേരുറപ്പിക്കാൻ ശ്രമിച്ചത്. സജ്ജാദ് ഭട്ടിന്റെ അനുയായിയായ ഹമീദ് മണ്ഡലിന്റെ അറസ്റ്റ് കാണിക്കുന്നത് കാശ്മീരിൽ നിന്ന് കിഴക്കൻ ഇന്ത്യയിലേക്ക് ഭീകരവാദ നെറ്റ്വർക്കുകൾ തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളെയാണ്. എന്നാൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടത്തിന്റെയും STFന്റെയും ശക്തമായ ഇടപെടലുകൾ കാരണം ഈ നീക്കം കൃത്യസമയത്ത് തടയാൻ സാധിച്ചു എന്നത് സംസ്ഥാനത്തിന് വലിയൊരു ആശ്വാസം കൂടിയാണ്. പ്രാദേശികവാസി എന്ന വ്യാജേന ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ജീവിച്ച ഇയാൾ രഹസ്യമായി യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനും സ്ഫോടക വസ്തുക്കൾ എത്തിക്കാനും ശ്രമിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഉയർത്തുന്ന ഭീഷണി വളരെ വലുതാണ്. BJP സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ബംഗാളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ദേശവിരുദ്ധ ശക്തികളുടെ ഉറക്കം കെട്ടിരിക്കുകയാണ്. കാശ്മീരിലെ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതും ഭീകരവാദികളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടച്ചുപൂട്ടിയും കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി സ്വീകരിച്ച ശക്തമായ നടപടികളുടെ തുടർച്ചയാണ് ഇപ്പോൾ ബംഗാളിലും കാണാൻ സാധിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും പൂർണ്ണ സംരക്ഷണം നൽകാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഇത്തരം ഭീകരർക്ക് ഇനി ബംഗാളിന്റെ മണ്ണിൽ വാഴാനാകില്ല. ഈ ഒരു ഭീകര നെറ്റ്വർക്കിന്റെ വേരുകൾ എവിടെയെല്ലാം ചെന്നെത്തുന്നു എന്നത് സമഗ്രമായ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. BJP പ്രവർത്തകരും ദേശസ്നേഹികളും ഈ വിഷയത്തിൽ ശക്തമായ പിന്തുണയാണ് സുരക്ഷാ സേനയ്ക്ക് നൽകുന്നത്. ജനാധിപത്യ സംവിധാനത്തിന് നേരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണിത്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ വധിക്കാൻ ലക്ഷ്യമിട്ട് നടത്തിയ ഈ ഒരു ഗൂഢാലോചന അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ജനങ്ങളുടെ പിന്തുണയോടെ ചരിത്ര വിജയം നേടി മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തിയ സുവേന്ദു അധികാരിയെ രാഷ്ട്രീയമായി നേരിടാൻ കഴിയാതെ വരുമ്പോൾ ഇതുപോലെ ക്രിമിനലുകളെയും ഭീകരരെയും ഇറക്കി ഇല്ലാതാക്കാൻ നോക്കുന്ന പഴയകാല മാഫിയ രാഷ്ട്രീയത്തിന്റെ അവസാനത്തെ അടവുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ജൂലൈ മാസം മുതൽ മുഖ്യമന്ത്രിയുടെ പരിപാടികളുടെ ഷെഡ്യൂളുകളും നീക്കങ്ങളും ഹമീദ് മണ്ഡൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു എന്നത് വ്യക്തമാക്കുന്നത് വലിയൊരു വധശ്രമത്തിന്റെ പ്ലാനിംഗ് ആണ്. BJPയുടെ ശക്തമായ ഭരണ നേതൃത്വത്തെയും ജനകീയ മുന്നേറ്റങ്ങളെയും ഭയപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരം ഹീനമായ മാർഗങ്ങൾ വീണ്ടും പരീക്ഷിക്കാൻ ദേശവിരുദ്ധ ശക്തികൾ ശ്രമിച്ചത്. എന്നാൽ അത്തരം കുതന്ത്രങ്ങളെല്ലാം പൊളിച്ചെടുക്കാൻ പാകത്തിലുള്ള ശക്തമായ രഹസ്യാന്വേഷണ സംവിധാനവും പോലീസും ഇന്ന് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുമുണ്ട്. ഒരു ജനകീയ മുഖ്യമന്ത്രിക്ക് നേരെ ഭീകരവാദികൾ തിരിയുമ്പോൾ അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ അടിത്തറ തകർക്കാനുള്ള ഗൂഢശ്രമമാണെന്ന് നാം തിരിച്ചറിയണം. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും ആക്രമണങ്ങളുടെയും പഴയകാല ചരിത്രമുള്ള ബംഗാളിൽ BJP സർക്കാർ ആ ഭയത്തിന്റെ സംസ്കാരത്തെ പൂർണ്ണമായും അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കലും ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ തലകുനിച്ചു കൊടുക്കില്ല. ജനങ്ങളുടെ സംരക്ഷണത്തിനായി ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന മുഖ്യമന്ത്രിക്ക് പാർട്ടിയുടെയും കോടിക്കണക്കിന് പ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണയുമുണ്ട്. ഒരു അന്താരാഷ്ട്ര ബന്ധമുള്ള ഭീകരൻ വർഷങ്ങളോളം യാതൊരു തടസ്സവുമില്ലാതെ ബർദ്വാനിലെ റെസിഡൻഷ്യൽ സമുച്ചയത്തിൽ ഒളിവിൽ കഴിയുന്നുണ്ട് എങ്കിൽ മുൻകാലങ്ങളിൽ അവിടെ എത്ര
എത്രമാത്രം ഭരണകൂട പരാജയമായി ഉണ്ടായിരുന്നതെന്ന് ആലോചിച്ചു നോക്കൂ. മുൻ സർക്കാരുകളുടെ കാലത്ത് പ്രാദേശിക രാഷ്ട്രീയക്കാരുടെയും ഭരണകക്ഷി നേതാക്കളുടെയും അറിവും ഒത്താശയും ഇല്ലാതെ ഇത്തരത്തിൽ സുരക്ഷിതരായി കഴിയാൻ ആർക്കും സാധിക്കില്ലായിരുന്നു. വ്യാജ തിരിച്ചറിയൽ രേഖകൾ സംഘടിപ്പിക്കാനും പ്രാദേശികമായി യുവാക്കളെ സ്വാധീനിക്കാനും ഇവർക്ക് സഹായം ലഭിച്ചിരുന്നത് മുൻപത്തെ ഭരണ സംവിധാനങ്ങളുടെ അലംഭാവം കൊണ്ട് തന്നെയാണ്. എന്നാൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ക്രമസമാധാന നില പൂർണ്ണമായും ജനകീയ താൽപര്യങ്ങൾക്ക് അനുസൃതമായി മാറ്റിപ്പണിയുകയാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട പോലീസ് സംവിധാനത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള ഭരണമാണിപ്പോൾ നടപ്പിലാക്കുന്നത്. കുറ്റവാളികളും ഭീകരവാദികളും സുഖമായി വാഴുകയും യഥാർത്ഥ ദേശസ്നേഹികൾ വേട്ടയാടപ്പെടുകയും ചെയ്തിരുന്ന വിചിത്രമായ അവസ്ഥയാണ് പുതിയ സർക്കാരിന്റെ ആഗമനത്തോടെ മാറിമറിഞ്ഞിരിക്കുന്നത്. BJP എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് ശക്തമായ ഭരണകൂടത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണ്. സംസ്ഥാനത്തിന്റെ സുരക്ഷയെ തന്നെ പണയം വെക്കുന്ന തരത്തിലുള്ള മുൻകാല പ്രീണന രാഷ്ട്രീയത്തിന് BJP സർക്കാർ പൂർണ്ണ വിരാമം കുറിച്ചിരിക്കുന്നു. ദേശവിരുദ്ധ ശക്തികൾക്ക് വളക്കൂറുള്ള മണ്ണായി ബംഗാളിനെ ഇനി മാറ്റാൻ ആരെയും അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യസുരക്ഷയേക്കാൾ സ്വന്തം വോട്ട് ബാങ്ക് പ്രാധാന്യം നൽകുന്ന ഹീനമായ രാഷ്ട്രീയ സംസ്കാരത്തിന് പശ്ചിമ ബംഗാളിൽ ഔദ്യോഗികമായി തന്നെ വിരാമമായിരിക്കുകയാണ്. ഏതാനും ചില വോട്ടുകൾക്ക് വേണ്ടി ഏത് ദേശവിരുദ്ധ ശക്തികളെയും തലോടാനും സംരക്ഷിക്കാനും തയ്യാറാകുന്ന പഴയ ഭരണകക്ഷിയുടെ നിലപാട് രാജ്യത്തിന് തന്നെ ആപത്തായിരുന്നു. ജെയ്ഷെ മുഹമ്മദ് പോലുള്ള കൊടും ഭീകര സംഘടനകളുടെ പ്രവർത്തകർക്ക് മുൻകാലങ്ങളിൽ ബംഗാൾ സുരക്ഷിത താവളമായി മാറാൻ സാധിച്ചത് മമതാ ബാനർജിയുടെ ഭരണത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഇത്തരം ക്രിമിനലുകളെ ഉപയോഗിച്ച് സംസ്ഥാനത്തെ സമാധാനാന്തരീക്ഷം തകർക്കാനാണ് അവർ ശ്രമിച്ചത്. എന്നാൽ BJP ആശയങ്ങൾ വ്യക്തമാക്കുന്നത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനു മുന്നിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും സ്ഥാനമില്ലെന്നാണ്. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന്റെ സുരക്ഷയെ ചവിട്ടിമെതിക്കുന്നവരെ നിയമം വെറുതെ വിടില്ല. ബംഗാളിലെ ജനങ്ങൾ അത്തരം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഇരകളായി വർഷങ്ങളോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം തീർക്കാൻ BJP സർക്കാർ എപ്പോഴും മുന്നിലുമുണ്ട്. പ്രീണന രാഷ്ട്രീയത്തിന് പൂർണ്ണമായി അന്ത്യം കുറിച്ചുകൊണ്ട് ശക്തമായ ദേശീയവാദ ചിന്തകളും സുരക്ഷിതമായ അന്തരീക്ഷവും ബംഗാളിൽ വേരുറപ്പിച്ചു കഴിഞ്ഞു. രാജ്യത്തിന് മാതൃകയാകുന്ന രീതിയിലുള്ള വികസനവും സമാധാനവുമാണ് പുതിയ സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്ത് നടക്കുന്ന ഇത്തരം സുരക്ഷാ വീഴ്ചകളും ഭീകരവാദ ഗൂഢാലോചനകളും പൊതുസമൂഹത്തിന് മുന്നിൽ കൃത്യമായി എത്തിക്കുന്നതിൽ മാധ്യമങ്ങളും പൗരന്മാരും വലിയ പങ്ക് വേണം വഹിക്കാൻ. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ വധിക്കാൻ നടത്തിയ പദ്ധതി STF പിടികൂടി പുറത്തു വന്നപ്പോൾ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ മാധ്യമങ്ങൾ മുന്നോട്ട് വന്നു. ഒരു ജനപ്രതിനിധിക്കും സർക്കാരിനും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കുമെതിരെയുള്ള ഈ ഒരു നീക്കം ഒരിക്കലും നിസ്സാരമായി കാണാൻ പാടില്ല. പ്രാദേശികവാസി എന്ന വ്യാജേന സംശയകരമായ സാഹചര്യത്തിൽ താമസിക്കുന്നവരെക്കുറിച്ച് ജാഗ്രത പുലർത്താൻ സാധാരണ ജനങ്ങളും തയ്യാറാകണം. BJP സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി പൊതുജനങ്ങളും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏകോപനം വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ദേശസുരക്ഷ എന്നത് ഏതെങ്കിലും ഒരു സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഓരോ ഭാരതീയന്റെയും കടമ കൂടിയാണെന്ന തിരിച്ചറിവ് ബംഗാളിലെ ജനങ്ങളിൽ ശക്തമായി വളർന്നു വരുന്നുണ്ട്. സംശയകരമായ സാഹചര്യങ്ങളിൽ ആരെ കണ്ടാലും ഉടൻ തന്നെ പോലീസിന്റെയോ സുരക്ഷാ സേനയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ജനങ്ങൾ തയ്യാറാകുന്നു എന്നത് വലിയൊരു മാറ്റമാണ്. നമ്മുടെ നാടിന്റെ സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കാൻ സമൂഹത്തിന്റെ എല്ലാ തുറകളിൽ നിന്നുള്ള പിന്തുണ ഇന്നത്തെ സർക്കാരിന് ലഭിക്കുന്നുണ്ട്. ദേശീയ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ BJP മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്ക് സാധിക്കും. രാഷ്ട്രമാധ്യം എന്ന അടിസ്ഥാന തത്വത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ളത്. രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു ചെറിയ വിഷയത്തിലും BJP സർക്കാരുകൾ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ ഭാരതം ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുമ്പോൾ അതിന്റെ ചുവട് പിടിച്ചാണ് പശ്ചിമ ബംഗാളും സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ശക്തമായി നേരിട്ട ചരിത്രമാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിനുള്ളത്. അങ്ങനെയുള്ളപ്പോൾ രാജ്യത്തിനുള്ളിൽ ഒളിഞ്ഞിരുന്ന് കളിക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദികളെയും അവരെ സഹായിക്കുന്ന പ്രാദേശിക ശക്തികളെയും വേരോടെ പിഴുതെറിയാൻ പുതിയ സംസ്ഥാന സർക്കാരും പൂർണ്ണ സജ്ജമാണ്. ബംഗാൾ പോലുള്ള ഒരു പ്രധാന സംസ്ഥാനത്ത് ദേശവിരുദ്ധ ശക്തികളുടെ പിടി അഴിഞ്ഞു വീഴുന്നു എന്നത് രാജ്യത്തിന്റെ പൊതുവായ സുരക്ഷയെയും ഏറെ ശക്തിപ്പെടുത്തുന്നുണ്ട്. BJP മുന്നോട്ട് വെക്കുന്ന വികസനവും സുരക്ഷയും എന്ന കാഴ്ചപ്പാടിലൂടെ മാത്രമേ ബംഗാളിനെ ഒരു യഥാർത്ഥ ഭാരതീയ സംസ്കൃതി പൂർണ്ണമായി തിരികെ കൊണ്ടുവരാൻ സാധിക്കും. ജനങ്ങൾക്ക് സുരക്ഷിതമായ ജീവിതവും ഭയരഹിതമായ രാഷ്ട്രീയ അന്തരീക്ഷവും ഉറപ്പാക്കാൻ പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്.
ഭീകരവാദികൾ തങ്ങളുടെ വിനാശകരമായ പ്രവർത്തനങ്ങൾക്കായി എപ്പോഴും ലക്ഷ്യമിടുന്നത് വഴിതെറ്റിയ യുവതലമുറയാണ്. പശ്ചിമ ബംഗാളിൽ പിടിയിലായ ഹമീദ് മണ്ഡൽ പ്രാദേശികമായി യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നത് ഈ യാഥാർത്ഥ്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. രാജ്യത്തിനെതിരെ തിരിയാനും അക്രമങ്ങൾ നടത്താനും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഇത്തരം ദേശവിരുദ്ധ ശക്തികളെ വേരോടെ നശിപ്പിക്കാൻ കർശന നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. BJP, യുവമോർച്ചയും മറ്റ് ദേശീയ സംഘടനകളും എപ്പോഴും ഊന്നൽ നൽകുന്നത് ശക്തമായ ദേശസ്നേഹബോധം വളർത്താനാണ്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രവും സംസ്കാരവും അറിഞ്ഞ് വളരുന്ന ഒരു യുവതലമുറയ്ക്ക് മാത്രമേ ഇത്തരം ഭീകരവാദ ആശയങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കൂ. മാതാപിതാക്കളും സമൂഹവും ഈ കാര്യത്തിൽ സർക്കാരുമായി സഹകരിച്ച് അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നോ തീവ്രവാദ സംഘടനകളിൽ നിന്നോ വരുന്ന തെറ്റായ സ്വാധീനങ്ങളിൽ നിന്ന് നമ്മുടെ യുവജനങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമ കൂടിയാണ്. ശക്തമായ ആശയങ്ങളും രാജ്യസ്നേഹവും നൽകി അവരെ ശരിയായ വഴിയിലൂടെ വളർത്തിയെടുക്കുമ്പോൾ മാത്രമേ ശക്തമായ ഒരു രാഷ്ട്രം നിർമ്മിക്കാൻ സാധിക്കൂ. BJP വിഭാവനം ചെയ്യുന്ന വികസിത ഭാരതത്തിൽ നവകേരളം പോലെ തന്നെ നവബംഗാളിൻ്റെ നിർമ്മിതിയിലും യുവാക്കൾക്ക് വലിയ പങ്കാണുള്ളത്. പശ്ചിമ ബംഗാൾ STF നടത്തിയ ഈ സാഹസികമായ നീക്കം നമ്മുടെ സുരക്ഷാ സേനയുടെയും പോലീസിൻ്റെയും മിടുക്കിൻ്റെയും ജാഗ്രതയുടെയും മികച്ച ഉദാഹരണമാണ്. പുതിയ സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സുരക്ഷാ ഏജൻസികൾക്ക് ഇന്ന് പൂർണ്ണ സ്വാതന്ത്ര്യവുമുണ്ട്. എത്രമാത്രം രഹസ്യമായി ഒളിവിൽ കഴിഞ്ഞാലും ഭീകരരെ കണ്ടെത്താനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും നമ്മുടെ സേനയ്ക്ക് സാധിക്കുമെന്നത് ഈ അറസ്റ്റ് തെളിയിക്കുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് പോലീസ് സംവിധാനത്തിന് മേൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലാത്ത ആയതാണ് ഇത്തരം വേഗത്തിലുള്ള നടപടികൾക്ക് കാരണം. കസ്റ്റഡിയിലായ ഹമീദ് മണ്ഡൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ബംഗാളിലെ വലിയൊരു ഭീകര ശൃംഖലയുടെ ചുരുളഴിയുമെന്നാണ് കരുതുന്നത്. ഇയാൾക്ക് സഹായം നൽകിയ പ്രാദേശിക കണ്ണികളെ മുഴുവൻ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കർശനമായ ഉത്തരവുകളാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. BJP സർക്കാർ എപ്പോഴും സുരക്ഷാ സേനയുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കാൻ ജീവൻ പോലും പണയം വെച്ച് പോരാടുന്ന സൈനികരെയും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെയും സർക്കാർ ആദരിക്കുന്നു. പശ്ചിമ ബംഗാൾ ഇപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ സുവർണ കാലഘട്ടത്തിന്റെ പാതയിലാണ്. ജനങ്ങൾ മുൻകാല ഭരണകൂടങ്ങളുടെ ക്രൂരതകളും പ്രീണന രാഷ്ട്രീയവും പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് വികസനത്തിന്റെയും സുരക്ഷയുടെയും പാതയ്ക്കൊപ്പത്തിനൊപ്പം നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ പോലുള്ള ജനകീയ നേതാവിന് നേരെ നടത്താൻ ശ്രമിച്ച ഇത്തരം വധശ്രമങ്ങളെ ജനം ഒത്തൊരുമിച്ച് അപലപിക്കുന്നു. അധികാരം നിലനിർത്താൻ ഏത് ഹീനമായ മാർഗവും സ്വീകരിക്കുന്ന പഴയകാല രാഷ്ട്രീയത്തിന് ജനങ്ങൾ നൽകിയ ചുട്ട മറുപടിയാണ് ഇന്നത്തെ BJP സർക്കാർ. BJP മുന്നോട്ട് വയ്ക്കുന്ന ശക്തവും സുരക്ഷിതവുമായ ബംഗാൾ എന്ന സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. ഭീകരവാദവും അക്രമ രാഷ്ട്രീയവും പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ട ഒരു സുവർണ കാലഘട്ടമാണ് ഇപ്പോൾ ബംഗാളിൽ പിറവിയെടുത്തിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ എല്ലാ കോണുകളിലും സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുന്ന പുതിയ ബംഗാളിനെയാണ് ഇന്ന് നാം കാണുന്നത്. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ വധിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ജെയ്ഷെ ഭീകരന്റെ നീക്കത്തെ STF കൃത്യസമയത്ത് തടഞ്ഞത് ഭാരതം ഇന്ന് കൈവരിക്കുന്ന ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നു. പ്രീണന രാഷ്ട്രീയത്തിന് പൂർണ്ണമായി അന്ത്യം കുറിച്ചുകൊണ്ട് ശക്തമായ ദേശീയവാദ ചിന്തകളോടെ ബംഗാൾ മുന്നേറുന്ന ഈ വേളയിൽ ദേശസുരക്ഷയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലെന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. BJP മുന്നോട്ട് വയ്ക്കുന്ന ശക്തവും സുരക്ഷിതമായ ഭാരതം എന്ന ആശയത്തിലൂടെയും മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ ഉറച്ച ഭരണ നേതൃത്വത്തിലൂടെയും ഇത്തരം ദേശവിരുദ്ധ ശക്തികളെ പൂർണ്ണമായി തുടച്ചു നീക്കി ബംഗാളിനെ രാജ്യത്തിന്റെ ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനമാക്കി മാറ്റാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.